എക്സ്പോഷർ ട്രയാങ്കിളിലെ രണ്ടാമത്തെ ഭാഗമാണ് അപ്പർച്ചർ. എന്താണ് അപ്പർച്ചർ? അപ്പർച്ചർ എന്താണെന്ന് പറയുന്നതിന് മുൻപേ ആയിട്ട് അപ്പർച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പർച്ചർ ലെൻസിൻ്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഷട്ടർ ക്യാമറ ബോഡിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അപ്പർച്ചർ സ്ഥിതി ചെയ്യുന്നത് ലെൻസിൻ്റെ അകത്താണ്. ലെൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അതൊരു പൈപ്പ് പോലെയുള്ള ഒരു വസ്തുവാണ്. അതിനെ നമ്മൾ പറയുക ലെൻസ് ബാരൽ എന്നാണ്. ആ ലെൻസ് ബാരലിനകത്താണ് ലെൻസിൻ്റെ ഗ്ലാസുകളും മറ്റ് ഓട്ടോ ഫോക്കസിംഗ് മെക്കാനിസവും അതേപോലെ സ്റ്റെബിലൈസേഷൻ്റെ മെക്കാനിസവും ഒക്കെയും ഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി എന്താണ് അപ്പർച്ചർ? ഞാനിപ്പോൾ പറഞ്ഞ ലെൻസ് ബാരലിൻ്റെ ദ്വാരം ചെറുതാക്കാനും വലുതാക്കാനുമുള്ള ഒരു മെക്കാനിസമാണ് അപ്പർച്ചർ. എന്തിനാണ് ലെൻസ് ബാരലിൻ്റെ ദ്വാരം ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംശയമാണത്. കാരണം ലെൻസ് ബാരലിൻ്റെ ദ്വാരം നിയന്ത്രിക്കുന്നതിലൂടെ ലെൻസിലൂടെ സെൻസറിലേക്ക് കടന്നു വരുന്ന പ്രകാശത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ വളരെയധികം ലൈറ്റുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ലെൻസ് ബാരലിൻ്റെ ദ്വാരം ചെറുതാക്കിയിട്ട് അകത്തോട്ട് കടന്നു വരുന്ന പ്രകാശത്തെ നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ പറ്റും. അതുവഴി കൃത്യമായ തെളിച്ചമുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് പകർത്തിയെടുക്കും. അഥവാ ടെക്നിക്കലി അല്ലെങ്കിൽ ക്യാമറയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലെൻസിന്റെ ദ്വാരം ചെറുതാക്കുന്നതിലൂടെ എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി നേരെ തിരിച്ചിട്ടുള്ള ഒരവസ്ഥ വരികയാണെങ്കിൽ ലൈറ്റ് ഫീൽഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഫ്രെയിമിൽ വെളിച്ചം കുറവാണ്, ഇനി നിങ്ങൾക്ക് സെൻസറിലേക്ക് കൂടുതൽ പ്രകാശം പതിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെൻസിന്റെ ദ്വാരം ഒരല്പം കൂടി കൂടുതൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് പരമാവധി ലെൻസ് ബാരലിന്റെ അത്രയും ഭാഗം തന്നെയാണ് തുറക്കാൻ പറ്റുക. അതിന്റെ പുറത്തോട്ട് ലെൻസിന്റെ സൈസ് വലുതാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ലെൻസിൽ ബാരലിന്റെ അത്രയും തന്നെ തുറക്കാൻ പറ്റും. അത്രയും തുറന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രകാശം സെൻസറിൽ പതിക്കുകയും അതുവഴി നിങ്ങൾക്ക് തെളിച്ചമുള്ള ഒരു ചിത്രം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അപ്പർച്ചർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. അതായത് ലെൻസിന്റെ ദ്വാരം, അതായത് ലെൻസിന്റെ പൈപ്പിന്റെ ദ്വാരം ചെറുതാക്കാനും അതുപോലെ അത് പരമാവധി തുറക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ദ്വാരത്തിന്റെ സൈസ് വ്യത്യാസപ്പെടുത്താനുള്ള ഒരു മെക്കാനിസമാണ് അപ്പർച്ചർ. ഇനി അപ്പർച്ചറിൻ്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ ഷട്ടർ സ്പീഡ് പറഞ്ഞു. ഷട്ടർ സ്പീഡിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സിലാണ് നമ്മൾ പറയുന്നത്. ഒരു സെക്കൻഡിൻ്റെ പകുതി, 2 സെക്കൻഡ്, 1 സെക്കൻഡിന് 4/1, 1 സെക്കൻഡ് 8000 എന്നൊക്കെ പറഞ്ഞു. ഇനി അപ്പർച്ചറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. അപ്പർച്ചറിൻ്റെ യൂണിറ്റ് പറയുന്നത് എഫ് എന്നുള്ള ഒരു അക്ഷരം, ഇംഗ്ലീഷ് അക്ഷരം ഉപയോഗിച്ചിട്ടാണ്. എഫ് നമ്പർ എന്നാണ് സാധാരണയായിട്ട് അപ്പർച്ചറിൻ്റെ യൂണിറ്റ് പറയാറുള്ളത്. എഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രാക്ഷൻ എന്നാണ്. നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു നമ്പർ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. എഫ് നമ്പർ, എഫ് എന്ന് എഴുതിയിട്ട് എഫ് 1.8, 2.8, F4, 3.5, 5.6 ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തങ്ങളായ നമ്പറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ. അപ്പോൾ അത് എഫ് എന്ന് എഴുതി കാണിക്കുന്നത് നിങ്ങളുടെ അപ്പർച്ചറിൻ്റെ വാല്യൂ ആണ്. ഇനി എങ്ങനെയാണ് അപ്പർച്ചറിൻ്റെ വാല്യൂ കണക്ക് കൂട്ടുന്നത് എന്ന് നോക്കാം. ഇത് നമുക്കിപ്പോൾ ഈ അപ്പർച്ചർ എന്താണ്, അപ്പർച്ചർ നമ്പർ എന്താണ്, അപ്പർച്ചർ ഓപ്പണിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട് വളരെ സിമ്പിളായ ഒരു മാത്തമാറ്റിക്സിലൂടെ നമുക്ക് പോകാം. ലെൻസിൻ്റെ പൈപ്പ് അഥവാ ലെൻസ് ബാരല് നമുക്ക് പരമാവധി തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമ്മൾ പറയാം അത് 100% തുറന്നിട്ടുണ്ട് എന്നാണ്. അതായത് അതിൻ്റെ ഓപ്പണിങ് 100% ആണ്. നമ്മളിനി എന്തെങ്കിലും വസ്തു എടുത്തിട്ട് ആ പൈപ്പിന്റെ പകുതി ഭാഗം അങ്ങോട്ട് മറക്കണം, അതായത് തുറന്നിരിക്കുന്ന മുൻഭാഗത്ത് പകുതി വെച്ച് അങ്ങോട്ട് മറക്കുകയാണെങ്കിൽ നമ്മൾ പറയും അതിനെ 50% മാത്രമേ അത് തുറന്നിട്ടുള്ളൂ, അതായത് പകുതി മാത്രമേ നമ്മൾ തുറന്നിട്ടുള്ളൂ എന്ന് പറയും. അതായത് 50% തുറന്നിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി തുറക്കാൻ പറ്റുന്നത് 100%, പക്ഷേ ഇപ്പോൾ നമ്മൾ തുറന്നിരിക്കുന്നത് 50%. 100%നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ അപ്പർച്ചർ വാല്യൂ. അപ്പോൾ ഒരു ലെൻസിൻ്റെ 50% തുറന്നിരിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അപ്പർച്ചർ നിങ്ങൾ തിരിച്ചിട്ട് ആ ലെൻസിൻ്റെ ദ്വാരം 50% ആക്കി കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫ് നമ്പർ 100 ആണ് നമുക്ക് തുറക്കാൻ പറ്റുന്നത്. നമ്മൾ തുറന്നിരിക്കുന്ന 50. അപ്പോൾ 100/50, അതിൻ്റെ ഉത്തരം 2 ആണ്. അപ്പോൾ എഫ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ആ ലെൻസിൻ്റെ 50% തുറന്നിട്ടുണ്ടാവും. ഇത് ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ ഒരു ലളിതമായ ഒരു കാൽക്കുലേഷൻ, ഒരു ഫോർമുല വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാങ്കേതികമായി നിങ്ങൾ ലെൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ എഞ്ചിനീയറിങ്ങും കാൽക്കുലേഷനും വേറെയാണ്. ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ വളരെ സിമ്പിളായിട്ട് ഈ അപ്പർച്ചറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻ പ്രകാരം എഫ് നമ്പർ 4 എന്ന് പറയുകയാണെങ്കിൽ എത്രയായിരിക്കും ആ ലെൻസിൻ്റെ ഓപ്പണിങ്? എഫ് നമ്പർ 4 എന്ന്
എന്ന് പറയുകയാണെങ്കിൽ 100/4. അപ്പോൾ ആ ലെൻസിന്റെ 25% ആയിരിക്കും അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. ഇനി f10 എന്ന് പറയാണ്, അപ്പോൾ എത്രയായിരിക്കും അതിന്റെ ഓപ്പണിംഗ് ഉണ്ടാവുക? f10 എന്ന് പറയുകയാണെങ്കിൽ 100/10. അപ്പോൾ അതിന്റെ അപ്പർച്ചർ തുറന്നിട്ടുണ്ടാവുക 10%. അതായത് നമുക്ക് തുറക്കാൻ പറ്റുന്ന 100%, ആ വലിയ പൈപ്പിന്റെ അകത്ത് ചെറിയൊരു ദ്വാരം മാത്രമേ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. ഇനി അതുപോലെ നമുക്ക് ഇന്ന് അവൈലബിൾ ആയ ക്യാമറകളിൽ f36 വരെയും പോകാൻ പറ്റും. അതായത് ഏകദേശം ഒരു പിൻ ഹോൾ പോലെ ഒരു 3% ഏരിയ മാത്രം തുറക്കുന്ന വളരെ ചെറിയൊരു മുട്ടുസൂചി കടന്നു പോകുന്ന അത്രയും ചെറിയ ദ്വാരമാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. നിങ്ങളൊരു കാൽക്കുലേഷനിൽ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇതിന്റെ എഫ് നമ്പർ അല്ലെങ്കിൽ അപ്പർച്ചർ നമ്പറും ലെൻസിന്റെ ഓപ്പണിങ്ങും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ. നമ്മൾ f2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആണ് ഓപ്പണിങ്, അതായത് വലിയ ദ്വാരമാണ് പൈപ്പിനകത്ത്, ലെൻസിനകത്ത്. ഇനി f4 എന്ന് പറയുമ്പോൾ നമ്പർ കൂടി, പക്ഷേ ലെൻസിന്റെ ഹോള് 25% ആയി. ഇനി f10 എന്ന് പറയുകയാണെങ്കിൽ നമ്പർ കൂടുതലാണ്, പക്ഷേ ലെൻസിന്റെ ഓപ്പണിംഗ് ഇപ്പം വളരെ ചെറിയ ഹോളായി. അപ്പോൾ അപ്പർച്ചർ നമ്പർ ഇൻക്രീസ് ചെയ്യുന്തോറും ലെൻസിന്റെ ഓപ്പണിംഗ് കുറഞ്ഞു വരും. ഇപ്പോൾ ലെൻസിൻ്റെ ഒന്നുകിൽ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾക്ക് പിടിക്കുക. അതായത് ഒന്നുകിൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുമ്പോൾ ലെൻസിൻ്റെ ഓപ്പണിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ അപ്പർച്ചർ നമ്പറിനെ പിടിച്ചു പോവുക. ഓക്കെ, ഏറ്റവും നല്ലത് നിങ്ങൾ അപ്പർച്ചർ നമ്പർ മാത്രം മനസ്സിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്നതാണ്, ലെൻസിൻ്റെ ഓപ്പണിങ്ങിനെ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് സംസാരിക്കുന്നത് മുഴുവൻ അപ്പർച്ചർ നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ലെൻസിൻ്റെ ഓപ്പണിങ് എന്താണ്, ലെൻസിൻ്റെ ഓപ്പണിങ്ങിൻ്റെ എഫ് നമ്പർ എന്താണ്, അതെങ്ങനെയാണ് അതിൻ്റെ ഓപ്പണിങ് വരുന്നത്, അതിൻ്റെ റേഷ്യോ എന്താണ്, എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അപ്പർച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ലെൻസിൻ്റെ സൈസിനെ കൂടി നമ്മൾ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളോട് ഒരാൾ പറയാണ് 100 mm ഒരു ലെൻസാണ്, f2 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വാല്യൂ കിട്ടുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് ലെൻസ് തരികയാണെങ്കിൽ ഇത് f2 കിട്ടുന്നത് തന്നെയാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? അതായത് ഒരു ലെൻസിൻ്റെ സൈസ്, അതിൻ്റെ ആ പൈപ്പിൻ്റെ സൈസ് അല്ലെങ്കിൽ ലെൻസ് ബാരലിൻ്റെ സൈസ്, അതിൻ്റെ ഡയമീറ്റർ എത്ര വേണം എന്നുള്ളത് ഫോക്കൽ ലെങ്ത്തും അപ്പർച്ചറും വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ 100 mm 100 mm ഉള്ള ലെൻസ് എന്താണ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ 100 mm എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ കാൽക്കുലേഷനിൽ മാത്രം നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. 100 mm ഒരു ലെൻസാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്, അതിൻ്റെ അപ്പർച്ചർ റേറ്റിംഗ് 2 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആ ലെൻസിന് എത്ര പോലെ സൈസ് ഉണ്ടാവണം, എത്ര പോലെ വലിപ്പം ഉണ്ടാകണം എന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതായത് 100 mm ഒരു ലെൻസ് അപ്പർച്ചർ റേറ്റിംഗ് 2 ഉള്ളതാണെങ്കിൽ 100/2, അതായത് 50 mm അതിന് ഡയമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. മിനിമം 50 mm എങ്കിലും ഡയമീറ്റർ അതിന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിനകത്ത് f2 എന്ന റേറ്റിംഗ് നടക്കുകയുള്ളൂ. ഇത് ഫിസിക്കൽ സൈസിൻ്റെ കാൽക്കുലേഷനാണ്, ഞാൻ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളൊരു 600 mm f2 എന്നുള്ള ഒരു ലെൻസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 600 mm f2, അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ ലെൻസിൻ്റെ ഡയമീറ്റർ വരേണ്ടത്? 600/2, 30 സെൻറ്റിമീറ്റർ ലെൻസിന് ഡയമീറ്റർ ഉണ്ടായിരിക്കണം. അത് ത്രൂ ഔട്ട് നമ്മളെ ക്യാമറയിൽ മൗണ്ട് ചെയ്യുന്ന ആ ഭാഗം വരെ ഉണ്ടാവണം എന്നില്ല. ലെൻസിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അടുത്തെങ്കിലും 30 സെൻറ്റിമീറ്റർ അതിന് ഡയമീറ്റർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ f2 എന്നുള്ള റേഷ്യോ നടക്കുകയുള്ളൂ. ഇപ്പോൾ സാധാരണയായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ലെൻസാണ് 600 mm f4 വരുന്നത്. f4 എന്ന് പറഞ്ഞാൽ 600/4, അപ്പോൾ 150 mm 15 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉണ്ടായിരിക്കണം ആ ലെൻസിന്. എങ്കിൽ മാത്രമേ അതിന് f4 റേറ്റിംഗിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ലെൻസിൻ്റെ സൈസ് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പർച്ചറിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പർച്ചർ എന്താണ്? ലെൻസിൻ്റെ ദ്വാരം നിയന്ത്രിക്കാനുള്ള ഒരു മെക്കാനിസമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ലെൻസിൻ്റെ 100% ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ അത് കുറച്ച് വന്നിട്ട് വളരെ ചെറിയൊരു പിൻ ഹോളാക്കി മാറ്റാം. അത് പുറത്തുള്ള ലൈറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ അപ്പർച്ചറിനെ ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യുന്നത്. ഇനി എന്താണ് അപ്പർച്ചർ നമ്പർ? അപ്പർച്ചർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിനകത്ത് എത്ര % ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റാണ് എഫ് നമ്പർ അഥവാ അപ്പർച്ചർ നമ്പർ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറ എടുത്തിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ഷട്ടർ ബട്ടൺ ഹാഫ് പ്രസ് ചെയ്തിട്ട് അതിനകത്തേക്ക് നോക്കുക എങ്ങനെയാണ് അതിനകത്ത് അപ്പർച്ചർ വന്നിരിക്കുന്നത് എന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെ അപ്പർച്ചർ മൂവ് ചെയ്യുന്നത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ സെൽഫി മോഡിലേക്ക് നിങ്ങളുടെ നേരെ ക്യാമറ തിരിച്ച് പിടിച്ചിട്ട് ഷട്ടർ ബട്ടൺ
ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ അതിന് ആ ലെൻസിൻ്റെ അകത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം അതിനകത്തൊരു ഒരു സംഭവം വന്ന് ആ ലെൻസ് ഇങ്ങനെ അടയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ദ്വാരം ചുരുങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു 50 mm ലെൻസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ പറഞ്ഞു വന്നത് അപ്പർച്ചറാണ്. അപ്പർച്ചർ ഉപയോഗിക്കുന്നത് ലെൻസിൻ്റെ ദ്വാരം വലുതാക്കാനും ചെറുതാക്കാനുമാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്നും വിട്ടു പോകരുത്. അപ്പർച്ചറിൻ്റെ യൂണിറ്റ് പറയുന്നത് F നമ്പറിലാണ്. F എന്നുള്ളത് ഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ F നമ്പർ എത്രയാണോ അതായിരിക്കും നിങ്ങളുടെ ലെൻസിൻ്റെ ഓപ്പണിങ്. അപ്പോൾ F4 എന്ന് പറഞ്ഞിട്ടൊരു ലെൻസ് തരികയാണെങ്കിൽ നിങ്ങൾ കയ്യിൽ കിട്ടിയ ആ പൈപ്പിൻ്റെ അല്ലെങ്കിൽ ആ ലെൻസിൻ്റെ 25% മാത്രമേ അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. ഇതാണ് അപ്പർച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.